ഹായ് ഫ്രണ്ട്സ്, എവർക്ക് ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ലാഭം നഷ്ടം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ നിത്യജീവിതത്തിലും ഈ ഒരു ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള 10 തരം ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്തി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിച്ച ശേഷം നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ലാഭം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എപ്പോഴും അതിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ അതിന് വന്നിരിക്കുന്ന ചിലവിൽ നിന്നാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എത്രയാണോ നമുക്ക് ആ ഒരു വസ്തുവിന് വന്നിരിക്കുന്ന ചിലവ്, നമുക്ക് വന്നിരിക്കുന്ന മുടക്ക് എത്രയാണോ അതിൽ നിന്നാണ് നമ്മൾ എപ്പോഴും എന്ത് കൺസിഡർ ചെയ്യുന്നത്, ലാഭം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ പരീക്ഷകളിലൊക്കെ പൊതുവെ നമ്മളോട് ചോദിക്കാറുള്ളത് നഷ്ട ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും, അതേപോലെ തന്നെ ലാഭ ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ലാഭം സംഭവിച്ചിട്ടുണ്ടെന്നാണ്. സ്വാഭാവികമായിട്ടും നഷ്ടം നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന ചെലവ്, അതായത് കോസ്റ്റ് പ്രൈസ് നമ്മൾ പറയും, അതേ കുറയ്ക്കണം. ഒന്നെങ്കിൽ അത് വിൽപ്പന നടക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിറ്റ വില എന്ന് നമുക്ക് പറയാൻ പറ്റും, വിറ്റ വില എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും, നഷ്ടം എത്ര സംഭവിച്ചിട്ടുണ്ട് എന്ന് ലഭിക്കും. അതായത് നമുക്ക് വന്നിരിക്കുന്ന ചിലവ്, നമുക്ക് എത്രയാണോ ആ ഒരു വസ്തു നിർമ്മിക്കാനുണ്ടായിരിക്കുന്ന ചിലവ്, ആ ഒരു ചിലവിനേക്കാൾ കുറവാണ് നമുക്കത് വിൽപ്പന നടക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ അവിടെ നഷ്ടം സംഭവിച്ചു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഇനി ലാഭമാണ് സംഭവിക്കുന്നതെങ്കിലോ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ലാഭം കണ്ടുപിടിക്കുക? ലാഭം എന്ന് പറയുന്നത് വിറ്റ വില മൈനസ് കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ചിലവാണ്. ആ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും, ലാഭവും കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് ലാഭവും അതുപോലെ തന്നെ നഷ്ടവും കണ്ടുപിടിക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നഷ്ടശതമാനം, ലാഭശതമാനം എന്നിവ കണ്ടുപിടിക്കാനാണ് പൊതുവെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നഷ്ടശതമാനമാണ് ചോദിക്കുന്നെങ്കിൽ നമുക്ക് എത്രയാണോ നഷ്ടം സംഭവിച്ചത് അതേ ഹരിക്കണം നമുക്ക് എത്രയാണോ അവിടെ ചിലവ് വന്നിരിക്കുന്നത് അതേ ഗുണിക്കണം 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നഷ്ടശതമാനം കിട്ടും. ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, 100ൽ എത്ര എന്നതാണ് ശതമാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഗുണിക്കണം 100 ചെയ്തു. അപ്പൊ നഷ്ടം ഡിവൈഡ് ബൈ ചെലവ് ഗുണിക്കണം 100 ചെയ്താൽ നഷ്ടശതമാനം നമുക്ക് കിട്ടും. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ഡിവൈഡഡ് ബൈ ചെലവ്, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. അതേ ഗുണിക്കണം 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലാഭശതമാനവും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ നഷ്ടം കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലായി. കോസ്റ്റ് പ്രൈസ് കുറയ്ക്കണം വിറ്റ വില ചെയ്താൽ മതി. ലാഭം കണ്ടുപിടിക്കാനായിട്ട് വിറ്റ വില കുറയ്ക്കണം കോസ്റ്റ് പ്രൈസ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശതമാനത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ നഷ്ടം ഡിവൈഡ് ബൈ ചെലവ് ഗുണിക്കണം 100, അതാണ് നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഡിവൈഡ് ബൈ ചെലവ് ഗുണിക്കണം 100 എന്നതാണ് ലാഭശതമാനം കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ. ഈ 2 ഇക്വേഷനാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ 2 ഇക്വേഷനിലൂടെയാണ് നമ്മൾ പൊതുവെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. PSCയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 8000 രൂപ വിലയുള്ള ഒരു അലമാര 9000 രൂപ വിലയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 8000 രൂപ വിലയുള്ള അലമാര എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ചിലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് എടുക്കാം. ആ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8000 ആണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അദ്ദേഹം അത് 9000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിറ്റ വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9000 രൂപയാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 8000 രൂപയ്ക്ക് അദ്ദേഹത്തിന് മൊത്തം വന്ന ചെലവാണ്. 9000 രൂപയ്ക്ക് അദ്ദേഹം വിറ്റിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ ഒരു ലാഭം സംഭവിച്ചിരിക്കുന്നു. എത്ര ലാഭം സംഭവിച്ചിരിക്കുന്നു? ഈ പറയുന്ന 8000 കുറയ്ക്കണം 9000 ചെയ്താൽ കിട്ടുന്ന, അതായത് 9000 കുറയ്ക്കണം 8000 ചെയ്താൽ കിട്ടുന്ന 1000 രൂപ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു, ലാഭം സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാഭശതമാനം കണ്ടുപിടിക്കാനാണ്. ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് ലാഭം ഹരിക്കണം എത്രയാണോ നമുക്ക് വന്നിരിക്കുന്ന
കോസ്റ്റ് പ്രൈസ്, അതായത് ചിലവ് ഗുണിക്കണം 100 ചെയ്താൽ മതി. ഇവിടെ ലാഭം എന്ന് പറയുന്നത് 1000 രൂപയാണ്, അതേ ഹരിക്കണം 8000 രൂപയാണ് ചെലവ്, അതേ ഗുണിക്കണം 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലാഭ ശതമാനം നമുക്ക് ലഭിക്കും. ഈ 3 വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 100/8 എന്നാണ് വരിക. അപ്പൊ 100 ഹരിക്കണം 8 ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു വട്ടം 8, 20 നമുക്ക് ഇവിടെ 2 വട്ടം പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ 16 വരും, ബാക്കി ഇവിടെ സിസ്റ്റം 4 വരും. അപ്പൊ ഇത് നമുക്ക് 12, പിന്നീട് ഈ പറയുന്ന റിമൈൻഡർ എടുക്കുക, 4 ഈ പറയുന്ന 8 എടുക്കുക. അപ്പൊ 8 ചെയ്താൽ ഇത് വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് നമുക്ക് കിട്ടും. 12 1/2 അതാണ്, അതായത് 12.5% ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ലാഭ ശതമാനം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇപ്പൊ 8000 രൂപ വിലയുള്ള ഒരു സാധനം വിൽക്കുന്നു, അതായത് അലമാര വിൽക്കുന്നു, അത് 9000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെ വിറ്റപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ലാഭ ശതമാനം എന്ന് പറയുന്നത് 12.5% എന്ന് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ മെയിനായിട്ട് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ലാഭ ശതമാനം = ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഗുണിക്കണം 100, ലാഭം ബൈ ചിലവ് ഗുണിക്കണം 100 എന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാഭ ശതമാനം കണ്ടുപിടിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് 50,000 രൂപ വിലയുള്ള ഒരു അലമാര അദ്ദേഹം 40,000 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ 50,000 രൂപയാണ് ആ ഒരു അലമാര നിർമ്മിക്കാനുണ്ടായ ചെലവെന്ന് വിചാരിക്കുക. 40,000 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതായത് എത്ര നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് ഇവിടെ 50,000 രൂപയാണ്. കുറയ്ക്കണം അദ്ദേഹം നടത്തിയിരിക്കുന്ന വിൽപ്പന വില, അതെത്രയാണ്? 40,000 രൂപയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു? 10,000 രൂപയുടെ നഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നഷ്ടം കണ്ടുപിടിക്കാം. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് നഷ്ടശതമാനം കണ്ടുപിടിക്കാനാണ്. അപ്പൊ നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം. എന്താണ്? നഷ്ടം ഡിവൈഡഡ് ബൈ വന്നിരിക്കുന്ന ചെലവ്, അതായത് കോസ്റ്റ് പ്രൈസ്, ഗുണിക്കണം എന്താണ്? 100 എന്ന് ചെയ്താൽ കിട്ടുന്നതാണ് നഷ്ടശതമാനം എന്ന് പറയുന്നത്. അപ്പൊ നഷ്ടം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 10,000 രൂപയാണ്. അതേ ഹരിക്കണം അവിടെ നിന്ന് വന്നിരിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പൊ നമുക്കിവിടെ 50,000 രൂപ എന്ന് കൊടുക്കാം. അതേ ഗുണിക്കണം 100 ചെയ്യുക. ഇവിടെ നമ്മൾ ഈ 4 പൂജ്യവും ഇവിടുത്തെ 4 പൂജ്യവും വെട്ടിപ്പോയി 100/5 എന്നാണ് വരിക. 100/5 എന്ന് പറഞ്ഞാൽ 20% എന്ത് സംഭവിച്ചിരിക്കുന്നു? നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 20% എന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? നഷ്ടശതമാനമാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചത് ലാഭശതമാനമാണ്. അപ്പൊ 2 ഘട്ടത്തിലും നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻസ് ഓർത്തിരിക്കുക. നഷ്ടശതമാനമെങ്കിൽ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഗുണിക്കണം 100, ലാഭശതമാനമെങ്കിൽ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഗുണിക്കണം 100. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ചെലവാണ് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മളിവിടെ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ ചോദ്യം, അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയ 2 ചോദ്യങ്ങളും. എപ്പോഴും PSC പരീക്ഷയിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയത് 2 ചോദ്യങ്ങളായിട്ട് ബേസിക് ആയിട്ട്, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ബേസിക് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ ഇനി ഇവിടെ പരിചയപ്പെടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ചോദ്യത്തില് 2000 രൂപയുടെ ഒരു പരസ്യവിലയുള്ള ഒരു സാരി 1600 രൂപയ്ക്ക് കൊടുത്തു. അതായത് ആ ഒരു സാരിയുടെ MRP എന്ന് പറയുന്നത് 2000 രൂപയാണ്. അത് 1600 രൂപയ്ക്കാണ് അദ്ദേഹം ഒരാൾക്ക് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ശതമാനം ഡിസ്കൗണ്ട് സംഭവിച്ചു എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയും, ഇപ്പൊ 2000 രൂപയുടെ ഒരു സാരി ഉണ്ട്, സാരി മേടിക്കാനായിട്ട് പോകുന്നു. സാരി മേടിച്ചപ്പോൾ ആ ഒരു കടക്കാരൻ നമുക്ക് 1600 രൂപയ്ക്ക് ആ സാരി തരുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്ന് ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാടിക്കേറി പറയും എത്രയാണ്? 400 രൂപയുടെ ഡിസ്കൗണ്ട് സംഭവിച്ചു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ 3000 രൂപയുടെ എന്തെങ്കിലും ഒരു സാധനമുണ്ട്, ആ സാധനം നിങ്ങൾ മേടിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനത് 2800 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നു. ഞാൻ ചോദിക്കും എത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും 200 രൂപയുടെ ഒരു കിഴിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ
നമ്മൾക്ക് എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് MRPയിൽ നിന്ന് നമുക്ക് മേടിച്ചിട്ടുള്ള ആ ഒരു തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. MRPയിൽ നിന്നും നമുക്ക് എത്ര രൂപയ്ക്കാണോ നമ്മളത് വാങ്ങിയ വില, ആ വാങ്ങിയ വില കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും എന്ന കാര്യം ഓർത്തിരിക്കുക. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്. എത്ര ശതമാനം അവിടെ ഡിസ്കൗണ്ട് സംഭവിച്ചു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എത്രയിൽ നിന്നാണോ ആ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത് അതിന്റെ എത്ര ശതമാനമാണ് ആ കുറവ് എന്ന് കണ്ടുപിടിച്ചാൽ മതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ഇവിടെ 2000 എന്ന് പറയുന്നതാണ് അതിന്റെ MRP എന്ന് പറയുന്നത്. ആ 2000ന്റെ എത്ര ശതമാനമാണ് 400 എന്ന് കണ്ടുപിടിച്ചാൽ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന കാര്യം ഓർക്കുക. അതായത് നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബൈ MRP, അതായത് അവിടെ ഉള്ള ആ ഒരു പരസ്യവില MRP അല്ലെങ്കിൽ പരസ്യവില ഗുണിക്കണം 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് ശതമാനം നമുക്ക് അവിടെ കിട്ടും. ഈ ഒരു ചോദ്യപ്രകാരം ഡിസ്കൗണ്ട് സംഭവിച്ചിരിക്കുന്നത് 2000 നിന്ന് 1600 ആക്കി, അതായത് 400 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് സംഭവിച്ചു. അതേ ഹരിക്കണം MRP, അതായത് ഇവിടെ അതിന്റെ പരസ്യവില എന്ന് പറയുന്നത് 2000 രൂപയാണ്, ഗുണിക്കണം 100, അതായത് 2000ന്റെ എത്രയാണ് 400 എന്നാണ് ശരിക്കും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 പൂജ്യം അങ്ങ് വെട്ടിക്കളയും. ഇവിടെ നമുക്ക് 5 വട്ടം ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ 20 എന്ന് കിട്ടും. അപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20% ഡിസ്കൗണ്ട് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ 3 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. 3 ടൈപ്പ് ചോദ്യങ്ങളും പരീക്ഷകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 3 ടൈപ്പ് ചോദ്യങ്ങളും അറിഞ്ഞിരിക്കണം. എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. 4500 രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് 1500 രൂപ ലോറി വാടക നൽകി ആ മേശ 6000 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? അപ്പൊ ഞാനൊരു കടയിൽ പോയിട്ട് 4500 രൂപയുള്ള ഒരു മേശ മേടിച്ചു. ആ മേശ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അത് ലോറിയിലാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അവിടെ ഒരു 1500 രൂപയും കൂടെ ഞാൻ ആ ഒരു ലോറിക്കാരന് വാടകയായിട്ട് കൊടുത്തു. വീട്ടിലെത്തി ആ ഒരു മേശ ഞാൻ വേറൊരാൾക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ എനിക്ക് വന്നിരിക്കുന്നത് 6000 രൂപയാണ് ആ വിൽപ്പന നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 4500 രൂപ എന്ന് പറയുന്നത് ആ മേശയുടെ വിലയാണ്. ആ മേശ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് 1500 രൂപ ഞാൻ ചെലവാക്കി എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ടോട്ടൽ എനിക്ക് വന്നിരിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് ഈ 4500 അതിനോടൊപ്പം തന്നെ 1500 കൂട്ടിയാൽ കിട്ടുന്ന തുകയാണെന്ന കാര്യം ഓർക്കുക. ഇപ്പൊ 4500 1500 കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ 6000 രൂപയാണ് കിട്ടുന്നത്. 4500 ഞാൻ എത്ര കൂട്ടുന്നു? 1500 രൂപ ഞാൻ അവിടെ കൂട്ടുന്നു. അപ്പൊ എനിക്ക് അവിടെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന 6000 രൂപയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതേ സമയത്ത് ഇവിടെ ഞാനത് വിൽപ്പന നടത്തുന്നതും എത്ര രൂപയ്ക്ക് തന്നെയാണ്? 6000 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ ആ വിൽപ്പന നടത്തുന്നതും. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ ലാഭവും സംഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെ എന്തും സംഭവിച്ചിട്ടില്ല, നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് 6000 രൂപ എനിക്ക് ചിലവ് വന്നു, അതേ പൈസയ്ക്ക് തന്നെ ഞാൻ വേറൊരാൾക്ക് അത് വിൽപ്പന നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? ലാഭവും ഇല്ല, അതുപോലെ തന്നെ നഷ്ടവും ഇല്ല എന്ന കാര്യം ഓർക്കുക. ആ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. 4500 രൂപ വിലയുള്ള ഒരു സാധനം ഒരു മേശ ഞാനൊരു കടയിൽ പോയി മേടിച്ച് 1500 രൂപ വണ്ടി വാടകയും കൊടുത്ത് വീട്ടിലെത്തിച്ചപ്പോൾ 6000 രൂപ എനിക്ക് ചെലവ് വന്നു. അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു, 6000 രൂപയ്ക്ക് തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല എന്ന കാര്യം ഓർക്കുക. എന്നാൽ അതേ സമയത്ത് ഈ 4500 രൂപ വിലയുള്ള ആ ഒരു മേശ ഞാൻ മേടിക്കുന്നു. ആ മേശ ഞാൻ മേടിച്ച് ആ വണ്ടി വാടക എന്ന് പറയുന്നത് വെറും 500 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. അത് ഞാൻ 6000 രൂപയ്ക്ക് തന്നെയാണ് വിൽപ്പന നടത്തുന്നത് എന്ന് വിചാരിക്കുക. 4500 500 കൂട്ടിയാൽ കിട്ടുന്ന 5000 എന്നതാണ് അവിടെ എനിക്ക് സംഭവിച്ചിരിക്കുന്ന ടോട്ടൽ ചെലവെന്ന് പറയുന്നത്. ചെലവെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു അടുത്ത ഒരു ട്രാൻസാക്ഷനിൽ ഞാൻ 6000 രൂപയ്ക്ക് അത് വിറ്റു എന്ന് പറയുമ്പോൾ അവിടെ എനിക്കിവിടെ വന്നിരിക്കുന്ന ചെലവ് 5000 ആണ്. 6000 രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതായത് അവിടെ ഒരു ലാഭം സംഭവിച്ചിരിക്കുന്നു. അത്ര രൂപയുടെ ലാഭം സംഭവിച്ചു, 1000 രൂപയുടെ ലാഭം സംഭവിച്ചു. ലാഭം എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ചെലവ്, അതായത് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കണം കോസ്റ്റ് പ്രൈസ്, അതാണ് നമ്മുടെ ലോസ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്. അത് നമുക്കവിടെ 1000 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ശതമാനമാണ്. ലാഭം സംഭവിച്ചിരിക്കുന്നു, അങ്ങനെ ആയതുകൊണ്ട് ലാഭശതമാനം കണ്ടുപിടിക്കാം. ലാഭശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാഭം
ഹരിക്കണം നമുക്ക് വന്നിരിക്കുന്ന ചെലവ് എത്രയാണ് വന്നിരിക്കുന്ന 5000 ആണ്. 5000 ഗുണിക്കണം 100 ചെയ്താൽ മതി. അപ്പൊ ഇത് ഇവിടെ വരുമ്പോൾ ഇവിടെ 5 വരും, ഇത് ഇങ്ങോട്ട് വെട്ടിപ്പോയാൽ 20. എത്ര ശതമാനത്തിന്റെ ലാഭം സംഭവിച്ചിരിക്കുന്നു? 20% ലാഭം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങൾ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഒന്ന്, ഈ 4500 മാത്രം എടുത്തുകൊണ്ട് 6000 കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരം ഉണ്ടായിരിക്കും ഓപ്ഷനിൽ. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഈ 4500 അതേപോലെ തന്നെ ഈ ലോറി വാടകയും കൂട്ടി കിട്ടുന്ന ടോട്ടൽ ചെലവ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഉത്തരമായ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവും ഓപ്ഷൻ ബിയിലും ഉണ്ടായിരിക്കും. ഇപ്പൊ ഓപ്ഷൻ എയിൽ എന്താണ്? 4500 മാത്രമായിട്ടുള്ള ഉത്തരം നൽകും. 4500 ഈ പറയുന്ന ലോറി വാടകയും കൂട്ടിയാൽ കിട്ടുന്ന യഥാർത്ഥ ഉത്തരം ഓപ്ഷൻ ബിയിലൊക്കെ ആയിട്ട് നൽകും. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം വായിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക് എത്തുക. അപ്പൊ ഇതൊരു മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്, എപ്പോഴും PSC യിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രിലിമിനറിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് 30,000 രൂപ വിലയുള്ള ഒരു കസേര 5% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 30,000 രൂപ വിലയുള്ള ഒരു കസേരയാണ്. 30,000 രൂപ വിലയുള്ള ഒരു കസേര, അത് ഞാൻ എത്ര ശതമാനത്തിന് വിൽക്കുന്നു? 5% ലാഭത്തിനാണ് വിൽക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിറ്റ വിലയാണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പല രീതിയിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. അതായത് നമുക്ക് ഒറ്റയടിക്ക് ഈ 30,000ന്റെ 5% നമുക്ക് കണ്ടുപിടിച്ച് അത് ജസ്റ്റ് ഈ പറയുന്ന 30,000 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. അതായത് 30,000 എന്ന് പറയുന്ന ആ ഒരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എത്രയാണ്? 100% അല്ലെ? എന്തെങ്കിലും ഒരു വസ്തു പൂർണ്ണമായിട്ട് നമുക്ക് പറയാം അത് 100% പറയാൻ പറ്റും. അതിന്റെ 10% എന്ന് പറയുന്നത് ഈ അവസാനത്തെ ഈ ഒരു ഒന്നാമത്തെ അക്കം വിട്ടിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 10% കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതായത് 3000 എന്നതാണ് ഈ 30,000ന്റെ 10% എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5%. 10%ത്തെ 5%ആക്കാൻ by 2 ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ 3000നെയും by 2 ചെയ്താൽ കിട്ടുന്ന 1500 ആയിരിക്കും എന്ന് പറയുന്നത് അവിടെ നമുക്ക് ലഭിക്കുന്ന 5% എന്ന് പറയുന്നത്. അതായത് ഈ 30,000ന്റെ 5% എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഇവിടെ നമുക്ക് ഈ 30,000 ഈ പറയുന്ന 1500 രൂപയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന 31,500 രൂപ. 31,500 രൂപ എന്നതാണ് അദ്ദേഹം വിൽപ്പന നടത്തിയ വില എന്ന് നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 30,000 രൂപ വിലയുള്ള ഒരു കസേര 5% ലാഭത്തിന് വിറ്റാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ്? 31,500 രൂപയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ പറയുന്നു 5%. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, അതായത് 100% എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? 100% എടുക്കും. അതിലൊരു കുറവ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 100ൽ ഒരു കുറവ് സംഭവിച്ചു, അതായത് 5%ന്റെ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 100 കുറക്കണം 5, അതായത് 95% ആയിരിക്കും. ഇനി 5%ന്റെ ലാഭം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കൂട്ടണം 5, അതായത് 105% ആയിരിക്കും എന്ന കാര്യം ഓർക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5%ന്റെ ലാഭം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 105% അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് 30,000ന്റെ 105% എത്രയാണോ അതാണ് നമ്മുടെ ടോട്ടൽ അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന, ആ വിൽപ്പന നടത്തിയപ്പോൾ ലഭിച്ചിരിക്കുന്ന തുക എന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാം. അതായത് ഇവിടെ ഈ 2 0 ഈ 2 0 വെട്ടിക്കഴിയുന്നു. ഇവിടെ ഇതുമായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ i3 15 സിസ്റ്റം 1 ഇവിടെ കൊടുക്കുന്നു, അതുപോലെ തന്നെ 3 കൊടുക്കുന്നു. ഇവിടെ ഒരു 2 0 ഉണ്ട്, അതിവിടെയും കൊടുത്തു. ഫൈനൽ ആൻസർ നമുക്ക് 31,500 എന്ന് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു ടോട്ടൽ തുക എപ്പോഴും നമ്മൾ 100 എടുക്കുന്നു. അതായത് ആ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചിരിക്കുന്ന ആ വില എന്ന് പറയുന്നത് നമ്മുടെ 100% എടുക്കുന്നു. ആ 100%ത്തിൽ എത്രയോ ശതമാനം നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 100ന്റെ ഇത്ര ശതമാനം, അതായത് 5% നഷ്ടമാണെങ്കിൽ 95%, ലാഭമാണെങ്കിൽ 105%. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചാൽ പിന്നെ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൂട്ടലും കുറയ്ക്കലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് 30,000 × 105/100 ചെയ്താൽ വളരെ വേഗത്തിൽ നമുക്ക് ഒറ്റയടിക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? 31,500 എന്നതിലേക്ക് എത്താൻ പറ്റും.
ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ചോദ്യം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട മെത്തേഡ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൽ എളുപ്പമുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. 5ാമത്തെ ടൈപ്പ് ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ഒരു കുട 120 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭമുണ്ടായി എങ്കിൽ കുടയുടെ യഥാർത്ഥ വില എത്ര? ഇവിടെ 120 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇതൊരു സെല്ലിംഗ് പ്രൈസ് ആണ് എന്ന് നമുക്കിവിടെ അറിയാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു കുടയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 100 രൂപയായിട്ടാണ് എടുത്തിരിക്കുന്നത്. 100 രൂപയായിട്ട് എടുത്തിരിക്കുന്നു കുടയുടെ കോസ്റ്റ് പ്രൈസ്. 100 രൂപയല്ല, 100%. 100%ആയിട്ടാണ് നമ്മൾ എപ്പോഴും ആ ഒരു വസ്തുവിന്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ എടുക്കുന്നത്. അതിൽ 20% ലാഭം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ 120% അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അതായത് ആ ഒരു കോസ്റ്റ് പ്രൈസിന്റെ 120% അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ഇവിടെ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ 120 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 120% എന്നതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതായത് കോസ്റ്റ് പ്രൈസ് ഉണ്ട്, ആ കോസ്റ്റ് പ്രൈസിന്റെ 120% ഏതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ അദ്ദേഹം ആ ഒരു വിൽപ്പന നടത്തിയിരിക്കുന്ന ആ കുടയുടെ വിലയായിട്ടുള്ള 120 എന്ന് പറയുന്നത്. അതായത് നമുക്കിനി ഇവിടുന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് ഇതും അങ്ങ് വെട്ടിപ്പോവും. ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 100 രൂപ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 120 രൂപയ്ക്ക് അദ്ദേഹം വിറ്റു, 20% അദ്ദേഹത്തിന് ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ കുടയുടെ യഥാർത്ഥ വില, അതായത് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്കത് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞു, 100 എന്ന് കിട്ടി. ആ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്, 120 രൂപയ്ക്ക് വിറ്റു, അത് നമുക്ക് എത്രയെന്ന് കിട്ടി, അതിന്റെ 20% ലാഭമാണെന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മുടെ നേരത്തെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പോയി 100% എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 120% ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന 120 എന്ന് പറയുന്നത് 120% തുല്യമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100% കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 120 ഗുണിക്കണം 100/120 എന്ന് നമ്മൾ ചെയ്തു. അത് ചെയ്തപ്പോൾ നമ്മൾ ഇത് രണ്ടും വെട്ടിപ്പോയി, അവസാനം നമുക്ക് 100 എന്ന് കിട്ടി. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. കോസ്റ്റ് പ്രൈസ് ഗുണിക്കണം അതിന്റെ 120% തന്നിരിക്കുന്ന 120 എന്ന് പറയുന്നത്. ഇതിന് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ 120 ഗുണിക്കണം 100/120 എന്ന് കിട്ടി. വെട്ടി അവസാനം നമുക്ക് 100 എന്ന് കിട്ടി. ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. 100% നമ്മൾ എപ്പോഴും കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുന്നത് മനസ്സിലാക്കുക. ലാഭമാണ് സംഭവിച്ചിരിക്കുന്നത്, അതിനോടൊപ്പം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അടുത്ത നമ്മൾ ടൈപ്പ് 7 ആണ് പരിചയപ്പെടുന്നത്. ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റു, 100 രൂപ അവിടെ എന്ത് സംഭവിച്ചു, നഷ്ടമുണ്ടായി എങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ബാഗ് എന്താണ് 400 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. 400 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നു. അപ്പൊ അത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത്, 400 രൂപ എന്ന് പറയുന്നത്. അവിടെ സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 100 രൂപയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നഷ്ടശതമാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നഷ്ടശതമാനം എന്ന് പറയുന്നത്, നഷ്ടം ഡിവൈഡ് ബൈ ചെലവ്, അതായത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെല്ലിംഗ് പ്രൈസും ഉണ്ട് നഷ്ടവുമുണ്ട്. പക്ഷെ ഈ ഒരു ബേസ് ആയിട്ട് വരേണ്ട കോസ്റ്റ് പ്രൈസ് നമ്മുടെ കൈവശമില്ല. അപ്പൊ നമുക്ക് ആ കോസ്റ്റ് പ്രൈസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. കോസ്റ്റ് പ്രൈസ് വളരെ സിമ്പിൾ അല്ലേ, 400 രൂപയാണ് വിൽക്കുന്നത്, 100 രൂപയാണ് അവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതായത് 400നോടൊപ്പം ഈ പറയുന്ന 100 രൂപയും കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോസ്റ്റ് പ്രൈസ് എത്രയാണോ വന്നിരുന്ന ചെലവ് അത് കിട്ടുമായിരുന്നു. അതായത് 500 രൂപയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട 500 കിട്ടി, നഷ്ടം എന്ന് പറയുന്ന ഓൾറെഡി ചോദ്യത്തിൽ തന്നിരിക്കുന്ന 100 കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസറിലേക്ക് എത്തുക. 100/500 ഗുണിക്കണം 100 ചെയ്താൽ മതി. ഇവിടെ ഇത് 5 വട്ടം ഇത് വെട്ടിപ്പോയാൽ ഇവിടെ 20 കിട്ടും. അപ്പൊ നമുക്ക് അവിടെ 20% എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നഷ്ടശതമാനം എത്രയാണ്, 20% എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 20%. ഇതേ ചോദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻ എ ആയിട്ട് എങ്ങനെയും വരും, 400 ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് 100 ഇവിടെ കൊടുത്തുകൊണ്ട് 100 വെച്ച് ഗുണിക്കുന്ന ഉത്തരവും അവിടെ ഓപ്ഷൻ എയിൽ ഉണ്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം PSCക്ക് അറിയാം നിങ്ങൾ 400 വെച്ചിട്ട് അത് ചെയ്യും. പെട്ടെന്ന് വായിച്ച് ആ ഒരു പരീക്ഷ എഴുതുന്ന ടെൻഷനിൽ കോസ്റ്റ് പ്രൈസ് ഈ 400 ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുമെന്ന് ആർക്കറിയാം, PSCക്ക് അറിയാം.
അപ്പോൾ ആ ഒരു രീതിയിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മതി ഞങ്ങൾക്ക് ജോലിയിലേക്ക് എന്നൊരു തീരുമാനം കൂടി അവിടെ PSC എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ ഈ ഒരു കോസ്റ്റ് പ്രൈസ് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 400 അവിടെ വന്നിരിക്കുന്ന നഷ്ടം 100 അത് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. അത് ജസ്റ്റ് നമ്മൾ ആദ്യം ഉപയോഗിച്ച ആ ഒരു ഇക്വേഷനിലേക്ക് നഷ്ടശതമാനം നഷ്ടം ബൈ ചെലവ് ഗുണിക്കണം 100 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 8ാമതൊരു ടൈപ്പ് ചോദ്യം പറയാം. 10 സാധനങ്ങളുടെ വാങ്ങിയ വില 9 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എത്രയാണ്? നമ്മൾ ആ ഒരു പറയുന്ന ഫ്ലോയിൽ തന്നെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം തന്നെ രൂപീകരിക്കുകയാണ്. അതായത് 10 സാധനങ്ങളുണ്ട്. ആ 10 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് അല്ലെ, 10 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ CP, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 10 സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 9 സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ CP ബൈ SP എന്ന് പറയുന്നത് നമുക്കിവിടെ 9 ബൈ ഈ 10 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈ 10 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 9 എന്നും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 എന്നും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ലാഭശതമാനം എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതായത് നമ്മൾ വിൽപ്പന നടത്തിയ വില കുറയ്ക്കണം, നമുക്ക് എത്രയാണോ വന്നിരിക്കുന്ന ചെലവ് അതേ ഹരിക്കണം കോസ്റ്റ് പ്രൈസ് ഗുണിക്കണം 100. ഇവിടെ എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 10 അല്ലേ? 10 കുറയ്ക്കണം. ഇവിടെ എത്രയാണ്? 9. അതേ ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്ര തന്നെയാണ്? 9. അതേ ഗുണിക്കണം 100 ചെയ്താൽ മതി. അതായത് 1/9 ഗുണിക്കണം 100 ചെയ്താൽ മതി. ഇത് എത്രയാണോ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ 100 നമ്മൾ 9 വെച്ച് ഹരിക്കുകയാണെങ്കിൽ ഇവിടെ 9 വരും. 10 പിന്നെയും അവിടെ 9 വരും. ഇവിടെ റിമൈൻഡർ 1 വരും. ഇത് നമുക്ക് 11, പിന്നെ ഇതിനെയും കൊണ്ടെടുക്കുക 1, പിന്നെ ഇവിടെയുള്ള ഈ 9 എടുക്കുക ബൈ 9. 1/9 അവിടെ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. 11 1/9 എന്ത് സംഭവിച്ചിരിക്കുന്നു? ലാഭമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ആദ്യം ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ ആദ്യം ഫോം ചെയ്യണം. എന്താണ്? 10 കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 9 സെല്ലിംഗ് പ്രൈസ് ഇക്വേഷൻ ഫോം ചെയ്തു. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ 9/100 നമുക്ക് കിട്ടി. അതിൽ നിന്ന് ഈ പറയുന്ന 9 കോസ്റ്റ് പ്രൈസ് ആയിട്ടും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 ആയിട്ടും നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും? ലാഭശതമാനം എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഈ പറയുന്ന ലാഭം എത്ര സംഭവിച്ചു എന്നതും അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസിന് സ്ഥാനത്ത് 9 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്തിപ്പെടാം. 11 1/9 എന്നതാണ് അതിന്റെ ഫൈനൽ ആൻസർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ ഒരു ഇക്വേഷൻ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഇക്വേഷനായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെയൊക്കെ ലാഭശതമാനം എന്ന് പറയുന്നത് വ്യത്യാസം. അതായത് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു 10 സാധനങ്ങൾ 9 സാധനങ്ങളുടെ വിറ്റ വില എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1. അതേ ഡിവൈഡഡ് ബൈ എന്താണ്? വിറ്റ സാധനങ്ങളുടെ എണ്ണം. വിറ്റ സാധനങ്ങൾ എന്ന് പറയുന്നത് 9 സാധനങ്ങളല്ലേ വിറ്റത്. അപ്പോൾ അവിടെ 9 എന്ന് എഴുതുക. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ എന്തെങ്കിലും സമയം സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ട രീതി ഇതാണെന്ന കാര്യം ഓർക്കുക. നമ്മൾ ആ ഒരു ഇക്വേഷൻ രീതിയിൽ പറയുകയാണെങ്കിൽ ലാഭശതമാനം ദാറ്റ് ഈസ് ഈക്വൽ ടു വ്യത്യാസം. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 2 അക്കങ്ങൾ 10ഉം 9ഉമാണ് തന്നിരിക്കുന്നത്. അവയുടെ വ്യത്യാസം എടുക്കുക ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ വില. ഇവിടെ ഇപ്പോൾ 9 സാധനങ്ങളുടെ വിറ്റ വില എന്നാണല്ലേ പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ താഴെ ഇവിടെ എഴുതും. അതേ ഗുണിക്കണം 100 ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കുറെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു പോകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ പോയാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ രീതിയിൽ പറയുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലൊരു ചോദ്യം 10 സാധനങ്ങളുടെ വാങ്ങിയ വില 9 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാഭശതമാനം ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന 2 അക്കങ്ങൾ 10ഉം 9ഉം അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ഹരിക്കണം എന്താണ്? 9 സാധനങ്ങളുടെ വിറ്റ വില എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ 9 നമ്മൾ ഇവിടെ താഴെയായിട്ട് എഴുതിയിട്ട് ഗുണിക്കണം 100 ചെയ്താൽ നമുക്ക് ലാഭശതമാനവും കിട്ടും. ആ ഒരു രീതിയിൽ നമുക്ക് ഒറ്റയടിക്ക് ഇക്വേഷൻ ഉപയോഗിച്ചും വേണമെങ്കിൽ പോകാം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 9ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന് വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താണ്? 9 സാധനങ്ങൾ വിൽപ്പന നടത്തുന്നു. അപ്പൊ അവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നു 9 സാധനങ്ങൾ വിൽപ്പന നടത്തിയപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ലാഭമായി കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു രീതിയിൽ എടുക്കാം.
ഈ 9 സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു മനസ്സിലൂടെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് 9 സാധനങ്ങൾക്ക് ഞാൻ വാങ്ങിയത് 1 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. ഞാൻ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 1 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. 1 രൂപയ്ക്ക് ഞാൻ വാങ്ങിയെന്ന് പറയുമ്പോൾ 9 സാധനങ്ങൾക്കായിട്ട് 9 രൂപയാണ് അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ ചെലവ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 9 സാധനങ്ങളുണ്ട്. ആ 9 സാധനങ്ങൾ ഞാൻ വാങ്ങുന്നു. 1 രൂപയ്ക്കാണ് ഞാൻ വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവിടെ എനിക്ക് വന്നിരിക്കുന്ന ചെലവെന്ന് പറയുന്നത് 9 രൂപയാണ്. ഈ 9 സാധനങ്ങൾ ഞാൻ വിൽപ്പന നടത്തുമ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി. അപ്പൊ ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 1 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അപ്പൊ എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടിയത്. അതായത് 1 രൂപയാണ് എനിക്ക് ലാഭമായി കിട്ടിയത്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ എന്ന് നമുക്ക് അവിടുത്തെ മനസ്സിലൂടെ തന്നെ എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലാഭ ശതമാനമാണല്ലോ. ലാഭ ശതമാനം എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. അതായത് എത്രയാണോ അവിടെ ചെലവ് സംഭവിച്ചിരിക്കുന്നത് ഗുണിക്കണം 100 ചെയ്താൽ മതിയല്ലോ. ലാഭം ഇവിടെ എത്രയാണ്? 1 രൂപയുടെ ലാഭമാണ്. 1 ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 9 രൂപയാണ്. ഇതേ ഗുണിക്കണം 100 ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അതായത് 11/9 എന്നതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ലാഭ ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ പൊതുവെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അതായത് 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന് എനിക്ക് വന്നിരിക്കുന്ന ചെലവ് 1 രൂപയാണെന്ന തരത്തിലെടുത്താൽ 9 സാധനത്തിന് 9 രൂപയാണ് അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് എടുക്കാൻ പറ്റും. ഒരു സാധനം 1 രൂപ നിരക്കിൽ വാങ്ങുകയാണെങ്കിൽ 1 രൂപ നിരക്കിൽ വാങ്ങുകയാണെങ്കിൽ 9 സാധനത്തിന് 9 രൂപയാണ് ടോട്ടൽ ചെലവ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സാധനത്തിന്റെ വാങ്ങിയ വിലയാണ് ഇവിടെ ലാഭമായി കിട്ടിയത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 1 രൂപയാണ്. വന്നിരിക്കുന്ന ചെലവെന്ന് പറയുന്ന 9 രൂപയാണ്. അതേ ഗുണിക്കണം 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭശതമാനം കിട്ടും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് ഇക്വേഷൻ രൂപത്തിലും വേണമെങ്കിൽ പോകാൻ പറ്റും. അതായത് ഒരു സാധനം ഇപ്പൊ എത്രയോ ഒരു സാധനം ഇപ്പൊ ഒരു എ സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്, എ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ 9 സാധനങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിന് പകരമായിട്ട് എ എന്ന് എടുക്കുക. അതുപോലെ തന്നെ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ബി ബൈ എ ഗുണിക്കണം 100 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. അതായത് ഇവിടെ 9 സാധനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അതായത് ഈ പറയുന്ന എന്റെ സ്ഥാനത്ത് 9 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സാധനത്തിന്റെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടിയത്, ബിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ 1/9 × 100 എന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ കുറെ ടിപ്സും കുറെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ച് പോകുമ്പോൾ ഏതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കും എന്ന കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക. കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, വ്യത്യസ്തമായ രീതിയിലുള്ള പല പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ടിപ്സിലേക്കും മറ്റും പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഓരോ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അത് നമ്മളെ നിത്യജീവിതവുമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നിത്യജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഒരു ഇക്വേഷൻ രീതിയിൽ പോകണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു ടിപ്സ് എന്ന രീതിയിലൂടെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റും. അതായത് എ സാധനങ്ങൾ വിൽക്കുന്നു, ബി സാധനങ്ങളുടെ വാങ്ങിയ വില എനിക്ക് എന്ത് കിട്ടുന്നു? ലാഭമായിട്ട് കിട്ടുന്നു. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. എന്താണ്? B/A ഗുണിക്കണം 100 എന്ന് ചെയ്താൽ മതി. അതാണ് ഒരു ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു മനസ്സിലൂടെ 9 രൂപ ചെലവ് വന്നിരിക്കുന്നു, ഒരു സാധനത്തിന്റെ വാങ്ങിയ വില ലാഭം കിട്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ എനിക്ക് വിൽപ്പന നടത്തിയിരിക്കുന്ന 10 രൂപയ്ക്കാണെന്ന് മനസ്സിലൂടെ തന്നെ കണ്ടുപിടിക്കാം. ലാഭം എന്ന് പറയുന്നത് 1 രൂപയാണ്. 1/9 × 100 എന്ന് ചെയ്താൽ ഫൈനൽ ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇത് മറന്നു പോവുകയുമില്ല. പരീക്ഷാ സമയത്തും ഈ ഒരു രീതിയിൽ ആലോചിച്ച് തന്നെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 10ാമത്തെ ടൈപ്പ് ചോദ്യമാണ്, അവസാനത്തെ ടൈപ്പ് ചോദ്യമാണ്. 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. 9 സാധനങ്ങൾ ഞാനിവിടെ വിൽക്കുകയാണ്. 9 സാധനങ്ങൾ ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്? വിൽപ്പന നടത്തുകയാണ്. ഒരെണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടി. ഒരെണ്ണത്തിന്റെ വിറ്റ വിലയാണ് എനിക്കിവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്? ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നത്. മനസ്സിലൂടെ ഒന്ന് ചിന്തിച്ചു പോവുക. 9 സാധനങ്ങൾ വിൽപ്പന നടത്തുകയാണ്. ഒരു സാധനത്തിന്റെ വില 1 രൂപ എന്ന നിരക്കിലാണ് ഞാൻ വിൽപ്പന നടത്തുന്നത്.
ഒരു സാധനത്തിന്റെ വില 1 രൂപ എന്ന നിരക്കിൽ ഞാൻ വിൽപ്പന നടത്തുന്നു. 9 സാധനങ്ങൾക്കായിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു? 9 രൂപ ഞാൻ അവിടെ വിൽപ്പന നടത്തി എന്ന കാര്യം ഓർക്കുക. ഒരു സാധനത്തിന് 1 രൂപ എന്ന നിരക്കിൽ 9 സാധനങ്ങൾക്ക് എത്ര രൂപയിൽ അവിടെ വിൽപ്പന നടത്തി കഴിഞ്ഞു? 9 രൂപയ്ക്ക് ഞാൻ വിൽപ്പന നടത്തി കഴിഞ്ഞു. ഒരെണ്ണത്തിന്റെ വിറ്റ വിലയാണ് എനിക്ക് ലാഭം കിട്ടിയത്. അതായത് ഇതെന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണത്തിന്റെ വിറ്റ വിലയാണ് എനിക്ക് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ലാഭം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 9 രൂപ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. 1 രൂപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ 1 രൂപയ്ക്കാണല്ലോ വിറ്റിരിക്കുന്നത്. ഒരു സാധനത്തിന് 1 രൂപയ്ക്കാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും? 1 രൂപ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചൂടെ? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 8 ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ്. നേരത്തെ നമ്മൾ ചെയ്തത് എന്താണോ നേർ വിപരീതമായിട്ട് മനസ്സിലൂടെ തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി 8 കിട്ടി, പ്രോഫിറ്റ് 1 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലോ? ലാഭശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 1/8 × 100 എന്നതാണ് ലാഭശതമാനം. 1/8 × 100 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 1 കിട്ടും, 2 കിട്ടും. എത്ര വരും? 100/8. 1 ഇവിടെ 8, 20 അവിടെ 2 പ്രാവശ്യം 16 ഒരു 4 വരും. അപ്പൊ നമുക്ക് 12/4/8, അതായത് 12 1/2% എന്ന് കിട്ടും. അപ്പൊ 12.5% അവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ലാഭശതമാനം എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ആ രീതിയിൽ വേണമെങ്കിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ അവിടെ ബി സാധനങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടി. അതായത് ഇവിടെ 9 സാധനങ്ങൾ വിറ്റു എന്ന് നമ്മൾ പറയുന്നു. അതിന് പകരമായിട്ട് ഞാനിവിടെ എ ആയിട്ട് എടുക്കുന്നു. ഒരു എണ്ണത്തിന്റെ വിറ്റവില ലാഭമായി കിട്ടിയതിന് പകരമായിട്ട് ബി എണ്ണത്തിന്റെ വിറ്റവില ലാഭമായി കിട്ടി എങ്കിൽ അവിടുത്തെ ലാഭശതമാനം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? B/A - B × 100 എന്ന് നമ്മൾ പഠിച്ചു. ഇക്വേഷൻസ് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കാം. പക്ഷെ ഓരോന്നിനും ഓരോ ചോദ്യങ്ങൾക്കും ഓരോരോ ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 14ഓളം ടൈപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ 14ഓളം ടൈപ്സ് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് മെയിനായിട്ട്. പക്ഷെ ഒരു പ്രിലിമിനറി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ 14 ടൈപ്സ് ചോദ്യങ്ങളിൽ നിന്നുള്ള ഏത് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ 10 ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും PSC പരീക്ഷയിൽ നിത്യേന ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ തന്നെ ആദ്യത്തെ ഒരു 5 ടൈപ്പ് ചോദ്യങ്ങളാണ് എപ്പോഴും വരുന്നത്. ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ആ 5 ടൈപ്പ് ചോദ്യങ്ങളിൽ നിന്നുള്ള ചോദ്യം എന്താണ് മെയിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ പഠിക്കാമെങ്കിൽ നിങ്ങൾ ഒരു ഗൈഡൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 9 സാധനങ്ങൾ വിൽപ്പന നടത്തുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു സാധനത്തിന്റെ വില 1 രൂപ നിരക്കിൽ എടുക്കുകയാണെങ്കിൽ 9 രൂപ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? വിൽപ്പന വിലയായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഒരു സാധനം വിറ്റതിന്റെ വില എനിക്ക് ലാഭമായി കിട്ടി എന്ന് പറഞ്ഞാൽ 1 രൂപ എനിക്കിവിടെ ലാഭമായി കിട്ടി. എന്തുകൊണ്ട് ഞാൻ 1 രൂപ എടുത്തു? 1 രൂപയ്ക്കാണ് ഞാൻ ഓരോ സാധനങ്ങളും വിൽപ്പന നടത്തുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്താണ്? 9 - 1 ചെയ്താൽ കിട്ടുന്ന 8 രൂപയാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ലാഭം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഗുണിക്കണം 100 ചെയ്താൽ മതി. ലാഭം 1 കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8 അത് ഗുണിക്കണം 100 ചെയ്താൽ കിട്ടുന്ന 12.5% നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 10 തരം ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒരു ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യമിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. 10 തരം ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്ത് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ തുടർന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണപ്പെടുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ എൻ്റെ യൂട്യൂബ് ചാനൽ തികച്ചും സൗജന്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലൂടെ ഞാൻ എപ്പോഴാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ ക്ലാസ്സുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും നാൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അടുത്തുള്ള ക്ലാസ്സുകൾ കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.